പൊങ്ങിക്കളയാതിരിക്കാൻ വേണ്ടി ഇതൊന്ന് ഇളക്കി കൊടുക്കും. തീയും കുറച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ഇത് പൊങ്ങി അടുപ്പിൻ്റെ പുറത്തുകൂടെ ഒന്ന് കളയണം. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ആറ്റുകാൽ പൊങ്കാല വരികയാണ്. പൊങ്കാലയ്ക്ക് വേണ്ടി ഒരു ശർക്കര പായസം ഉണ്ടാക്കാം. 200 ഗ്രാം ചമ്പാ പച്ചരി, 300 ഗ്രാം ശർക്കര, 1 കപ്പ് തേങ്ങ, 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, നെയ്യ്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കും. പൊങ്കാലക്കാലം അടച്ചു വയ്ക്കാൻ പാടില്ല, അതുകൊണ്ട് ഞാൻ അടച്ചു വയ്ക്കുന്നില്ല. വെള്ളം തിളക്കട്ടെ. തിളച്ചതിന് ശേഷം അരി കഴുകിക്കൊണ്ടുവരും. വെള്ളം നല്ല തിളച്ചു തുടങ്ങി. ഇത് നമുക്ക് ഇങ്ങനെ 3 പ്രാവശ്യം ഇങ്ങനെ ചുറ്റിച്ചിട്ട് ഇട്ട് കൊടുക്കും. ഈ അരി 3 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുക്കും. പൊങ്ങിക്കളയാതിരിക്കാൻ വേണ്ടി ഇതൊന്ന് ഇളക്കി കൊടുക്കും. തീയും കുറച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ഇത് പൊങ്ങി അടുപ്പിൻ്റെ പുറത്തുകൂടെ ഒന്ന് കളയണം. ശർക്കര ഇടാറായി. ഇനി ശർക്കര ഇടാം. ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു. കുറച്ചുകൂടി നെയ്യ് ഒഴിച്ചു. ശർക്കരയിൽ ഇത് നല്ല വെന്ത് കുഴഞ്ഞു വരണം. വെള്ളം തീരെ വറ്റാതെ ഇളക്കി കൊടുക്കണം, അടി പിടിക്കാതെ. ശർക്കരയും അരിയും വെന്ത് കുറുകി വരുമ്പോൾ തേങ്ങ ഇട്ട് കൊടുക്കാം. 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. 1 കപ്പ് തേങ്ങ എന്ന് പറയുമ്പോൾ 2 പിടി ഇങ്ങനെ വാരി എടുക്കുന്ന അളവ് മതി. കഴുകി വൃത്തിയാക്കിയ അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർക്കും. ഏലക്ക പൊടിച്ചത് അതും ചേർക്കും. കുറച്ച് നെയ്യ് കൂടി ചേർക്കും. ഒന്നുകൂടി നല്ല തിളച്ച് കുറുകി തിളച്ച് നല്ല വരുമ്പോൾ ഇറക്കാം. പൊങ്കാല പായസം റെഡിയായി. നല്ല തിളച്ച് നല്ല ഇതായിട്ട് വന്നിട്ട് ഞാൻ ഈ പരുവത്തിലാണ് ഇറക്കാറുള്ളത്. ഇനി ഇത് കുറച്ചുകൂടെ കട്ടി വേണമെന്നുള്ളവർക്ക്, നല്ല കട്ടിയായിട്ട് ഇറങ്ങണമെന്നുള്ളവർക്ക് കുറച്ചുകൂടി ഒന്ന് അടുപ്പിൽ വെച്ച് വറ്റിച്ചെടുക്കാം. ഞാൻ ഈ പരുവത്തിലാണ് ഇറക്കാറ്. ഇപ്പം ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇറക്കാറ്.
ഇത് തണുക്കുമ്പോൾ കുറച്ചുകൂടി കട്ടിയാവും. ഇനി ഇത് മതി. ഇത് ഇരിക്കുമ്പോൾ കുറച്ചുകൂടി അങ്ങ് കട്ടിയാവും. ഇനി അടുപ്പ് ഓഫ് ചെയ്യാം.